ഹായ്. നമ്മള് കുറച്ച് ദിവസം മുമ്പ് ഗിവ് അവേ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ നെറുക്കെടുത്തൊരു 10 ആളെ നെറുക്കെടുത്തിന്. അപ്പൊ അവരെ നമ്പർ ഉണ്ട്. അപ്പൊ അവരെ വിളിച്ചിട്ട് ഇപ്പൊ അതില് കണ്ണൂരുള്ള ഒരാളുള്ള അവർക്ക് നമ്മൾ നേരിട്ട് സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞതാണ്. അപ്പൊ അവരേതായാലും ഒന്ന് കോൾ ചെയ്യുക. അപ്പൊ ശാലി ഒന്ന് കോൾ ചെയ്തിട്ട് അവരെന്താ പറയുന്നത്, എപ്പോ ഒരു സ്ഥലം എല്ലാം ചോദിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഒന്ന് വിളിക്കാറല്ലോ ജസ്റ്റ്. അപ്പൊ ഇതിന്നല്ലേ നമ്പർ. അപ്പൊ റിങ് ചെയ്യുന്നുണ്ടേ, നോക്കാല. എടാ ഉണ്ടാണ്ടിക്കണം. റിങ് ചെയ്യുന്നുണ്ട്, നോക്കാല. പുറത്ത് നല്ല മഴയാണ്. ആ മഴയെന്ന് വെച്ചിട്ട് രാശം ഗംഭീര മഴ, നല്ല ഗംഭീര മഴയാണ് പുറത്ത്. അതിൻ്റെ ഒച്ചയുണ്ടല്ലോ ഉള്ളിൽ. ഇത് എടുക്കുന്നില്ല രാശ, എന്തോ തിരക്കില്ലാന്നല്ലേ. എനിക്ക് ഒന്ന് 1 മണിയാണ് സമയം, ഭക്ഷണം കഴിക്കേണ്ട സമയം. അപ്പോൾ നമ്മളെ കണ്ണൂരുകാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ആള് യഹിയ മുഹമ്മദാണ്. സ്ഥലം എന്ന് അറിയില്ല, ഫോൺ നമ്പർ ഉണ്ട്. ഏതായാലും പൊന്നാനി അല്ലേ, മലപ്പുറം നമ്മുടെ ഷബീർ നാട്ടില്. അയാളുടെ ക്യാമറ പിടിച്ചത് നമ്മളെ രാകേഷാണ്. അത് നേരത്തെ പറയാൻ വിട്ടു, ക്യാമറമാൻ രാകേഷ് പറയാൻ വിട്ടുപോയി. എല്ലാരും ബിസിയാണ്, ആർക്കും സമ്മാനം പാടാണ്. അടുത്ത ആളെ ഒരു പേര് ഗേളി അല്ലേ. ഹലോ, ഇത് ഗേളി ലൈഫ് അല്ലേ? ഇത് കമ്പനി ജീസസ് ഗോൾഡ് ആണ്. നിങ്ങൾ മറ്റേ ഗിവ് അവേയിൽ പങ്കെടുത്തില്ലായിരുന്നോ? അപ്പൊ നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയില്ല കേട്ടാ. അപ്പൊ നിങ്ങളെ സ്ഥലമായിരുന്നു? മലപ്പുറം മഞ്ചേരി അല്ലേ? കസ്റ്റമർ ഉണ്ട് ഒന്ന് അല്ലല്ല, കസ്റ്റമർ പേര് മലപ്പുറം മഞ്ചേരി അല്ലേ? എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഈ നമ്പറിലെ നിങ്ങളെ അഡ്രസ്സ് പിന്നെ പോസ്റ്റൽ അഡ്രസ്സ് തന്നാൽ മതി. എന്നാ പിന്നെ നമ്മൾ കൊറിയർ അല്ലേ, കൊറിയറിൽ അങ്ങനെ അയച്ചാൽ മതി അല്ലേ? കൊറിയറിൽ നമ്മളെന്നാല് സംഗതി അങ്ങോട്ടേക്ക് വിടാം അല്ല നല്ല. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ഇങ്ങോട്ട് സംസാരിക്കുന്നത് വീഡിയോ പിടിക്കുന്നുണ്ടേ, കുഴപ്പമില്ലല്ലോ. അത് പേരെന്തായിരുന്നു പറഞ്ഞ? ഇസാന്നല്ലേ? നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ളത് ഗേളി ലൈഫ് അങ്ങനെന്തോ അത് പേരുള്ള കേട്ടാ. എന്നാ പിന്നെ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് അങ്ങോട്ടേക്ക് അയക്കാം കേട്ടാ. ശരി അപ്പൊ ശരി, ഓക്കെ ഓക്കെ. അപ്പോ ഇസാന്നല്ലേ പേര് പറഞ്ഞ? ഇസാന്നാ പേര് പറഞ്ഞ, മലപ്പുറം മഞ്ചേരിയാണ്. അപ്പൊ നമുക്ക് സമ്മാനം എന്തായാലും കൊടുത്തേക്കണം. അപ്പൊ ഒരാളെ കിട്ടാൻ, ബാക്കി ഒരാളെ കിട്ടാറുണ്ട്. ബാക്കി ഒരാൾ തിരിച്ചു വിളിക്കുന്നുണ്ട്. അതാ പേര് നമ്പർ നോക്കിയിട്ട് യഹിയ മുഹമ്മദ് തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ എടുക്കലെങ്ങനെയാ? ഓക്കെ. ഹലോ ഹലോ ഹലോ, ഇത് യഹിയ മുഹമ്മദ് അല്ലേ? അതെ, ഇത് കമ്പനി ജീസസ് ഗോൾഡ് എന്നാണ് വിളിക്കുന്നത്. കമ്പനി ജീസസ് ഗോൾഡ് ഇല്ലേ? കമ്പിൽ ജീസസ് ഗോൾഡ്. നിങ്ങൾ ഒരു ഗിവ് അവേയിൽ പങ്കെടുത്തില്ലായിരുന്നോ? അതെ അതെ, വൈജു അതെ. അപ്പോൾ നിങ്ങളെ നമ്പർ കിട്ടിയില്ല, അതാണ് ഇപ്പം പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് സമ്മാനം തരണ്ടേ. അപ്പോൾ ഒരു സ്ഥലയുടെ നിങ്ങളെ ഇപ്പോൾ പൊന്നാനില്ലല്ലേ? നമുക്കെല്ലാം മലപ്പുറം കാണാനായിട്ട് കൂടുതൽ സമ്മാനം അടിച്ചിട്ടുള്ള നമ്മളെ വീഡിയോ കാണുന്നവർ കൂടുതൽ മലപ്പുറത്താന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്യുന്നത് യഹിയ മുഹമ്മദ്? സൂപ്പർ മാർക്കറ്റാണല്ലേ? സൗണ്ട് എന്നാ അഡ്രസ് തന്നല്ലേ? ഫുൾ ഡീറ്റെയിൽ എന്നാ പിന്നെ കൊറിയറിൽ അങ്ങോട്ടേക്ക് അയച്ചു തന്നല്ലേ കേട്ടാ? ഓ ശരി ശരി. എന്താ ഓ താങ്ക് യു. എന്തായാലും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യട്ടാ. ഓക്കെ ഓ ശരി. എന്നാലും ഓക്കെ. എന്നാലും എപ്പോഴേക്കും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണൂരേക്ക് വരുമ്പോൾ ഷോപ്പിലേക്ക് വാ കേട്ടാ. ശരി ശരി, ഓക്കെ ഓക്കെ. ആ വേറെ ആരും ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടാ. നേരത്തെ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. വിസ്മയ നമ്മളെ കണ്ണൂരുകാരി അല്ലേ? ശാലിനി കണ്ണൂരുകാരിയാണ്. ഒന്ന് ഹലോ, ഇത് വിസ്മയ നിതിൻ അല്ലേ? ഇത് കമ്പനി ജീസസ് ഗോൾഡ് എന്ന് വിളിക്കുന്നേ. നമ്മളെ ഗിവ് അവേകൾ പങ്കെടുത്തല്ല, അപ്പൊ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അതല്ലേ? അതാ നിങ്ങൾ നമ്പർ കൊടുത്തല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യണേ, നിങ്ങൾ അഡ്രസ് ഡീറ്റെയിൽ തന്നാൽ മതിയേ. അപ്പൊ നമ്മൾ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നമ്മളെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുതരുക ചെയ്യാം. അത് കണ്ണൂര്. അപ്പൊ നമ്മളിവിടെ തന്നെ സ്വർണ്ണം എടുത്തേങ്ങള്
ആ ഓക്കെ 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 സുജേഷിന്റെ റിലേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ശരി ശരി എന്നാല് ഓക്കെ. അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നാൽ തന്നെയാണ് സ്ഥലം കൂടി കാപ്പാട്. ഇവിടെ എത്ര കിലോട്ട് ദൂരമുണ്ട്? 1.5 മണിക്കൂർ. 1 മണിക്കൂർ ദൂരം ഉണ്ടല്ലേ? ഇവിടുന്ന് 1 മണിക്കൂർ ദൂരമുണ്ട് കാപ്പാടേക്ക്. അപ്പൊ അവിടുന്ന് നമ്മുടെ ഷോപ്പിൽ സ്വർണ്ണം വാങ്ങാൻ വന്നതിന് എന്തായാലും ഓർക്കന്നെ സമ്മാനം കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. പക്ഷെ ഇതിൽ ദുഃഖം എന്ന് വെച്ചാല് നമ്മളെ നാട്ടുകാരും ഇല്ലല്ലേ, നമ്മളെ വീഡിയോ കാണുന്ന ദൂരെയുള്ളവരാണ് കൂടുതൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ അടുത്ത ഗിവ് അവേ വെക്കുന്നുണ്ട്. അപ്പൊ അതില് ഞാൻ പറയാ, നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒന്നുകൂടി ഒന്ന് പങ്കെടുക്കുക, ഒന്നുകൂടി കമന്റ് ഇടുക, ഫോൺ നമ്പർ വെക്കുന്നത് വളരെ ഉപകാരമാണ്. അപ്പൊ അടുത്ത ആളെ വിളിക്കുന്നത് ഒരു കൂളിയാടുന്നാണ് നമ്മുടെ ഇതിൻ്റെ അത് പേരുണ്ട്, ഫേസ്ബുക്കിലാണ്. അപ്പോൾ അവർ എല്ലാ വീഡിയോക്ക് മെസ്സേജിൽ ഇടുന്ന ഒരാളാണ്. ഭാഗ്യത്തിൽ അവർക്കൊരു ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓറെ അത് വിളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇത് ഈ കൂളിയാടൻ അല്ലേ? ആ ഇത് ജീസൻസ് ഉണ്ട് കമ്പത്ത് വിളിക്കുന്നതാണ്. അതെ അതെ, നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടില്ല കേട്ടാ. അതെ അതെ അതെ, ഞാൻ പഠിച്ചു. നമ്മുടെ വീഡിയോയിലും കാണുന്നുണ്ടല്ലോ. ഓ അതെ അതെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഏട്ടന്റെ സ്ഥലം എവിടെയായിരുന്നു? ആ ആ ആ ഓക്കെ ഓക്കെ. ആ ആ ആ ഉമ്മൻചാണ്ടിന്റെ. ഓ അതല്ലേ. നിങ്ങളെ അഡ്രസ് അയച്ചാൽ മതി, എന്നാ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കൊറിയർ ചെയ്യാം. ഓക്കെ 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 ശരി. പിന്നെ നമ്മളെ സമ്മാനങ്ങളെ പറ്റില്ല അറിയാലോ, രാജശേഖരൻ പറയാല. ചെക്കടയിൽ സമ്മാനങ്ങൾ ഒരുപാടുണ്ട്. കുട്ടികളുടെ സമ്മാനമാണ്. സൂചി എറിഞ്ഞിട്ട് അവിടെ റെഡിലടിയും കൊള്ളിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്കുള്ള സമ്മാനമാണ് ഇപ്രാവശ്യമാക്കിയ. മുന്നേ നമ്മൾ ഡയമണ്ട് നെക്ലേസ് വെച്ച് ആർക്കും കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ നമ്മളിതാ ഈ ഒരു സംവിധാനമാക്കിയിട്ട് നോക്കിയാൽ നല്ല സ്റ്റൈലും കളിസ്ഥാനത്ത് കുറെ സമ്മാനം പോയല്ലേ. ഇതാണ് നമ്മുടെ 2ാം സമ്മാനം അല്ലേ? നമ്മുടെ 2ാം സമ്മാനം ഇതാ മിസ്റ്റർ പുലി. നമ്മളെ വീഡിയോ കാണാത്തവരിക്കാ ഒരു വഴിയാക്കല്ല അറിയാൻ തോന്നുന്നു. അതാ 1ാം സമ്മാനം ഇതാ ഇച്ചങ്ങായിയാണ് കേട്ടാ. ഇതെന്താ പറയാ, വുൾഫ് അല്ലെ? ചെന്നായ വുൾഫ്. അതാണ് 1ാം സമ്മാനം കേട്ടാ. അപ്പോ മക്കളെ കൂട്ടി വേഗം പറഞ്ഞു സൂചി എറിഞ്ഞ് നമുക്ക് സമ്മാനം വാങ്ങാൻ. നമ്മളിപ്പോൾ 5 വിളിച്ചിട്ടുണ്ട്. 5 നമ്പറാണ് കിട്ടിയത്. അപ്പോൾ ബാക്കി 5 നമ്പർ കിട്ടണം. അപ്പോൾ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടാകുമ്പോൾ വിളിച്ചിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുക. എന്നാൽ പിന്നെ ഏതായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുക. ശരി, എന്നാൽ പിന്നെ നമുക്ക് ഓക്കെ അല്ലേ? ബൈ. ഒരു ബൈ ബൈ.